ഔട്ട്ലൈൻ കേരള ബിസിനസ് ഫോറത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് GSTയെ കുറിച്ചിട്ടാണ്. അതിനായി നമ്മോടൊപ്പം ഉള്ളത് പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടന്റും സാമ്പത്തികത്തിനുമായ മധു കെ എസ് സാറാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സാർ. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് GSTയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ശരിക്കും ഈ GST നിയമം എന്നാൽ എന്താണ്? ആക്ച്വലി ഈ GST എന്ന് പറഞ്ഞാൽ ആദ്യം GST ഈ ലോകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫ്രാൻസാണ്. പിന്നെ 140 രാജ്യങ്ങൾ ഇപ്പോൾ GST ആണ് ഇൻട്രൊഡ്യൂസറാണ്. ഇന്ത്യയിലേക്ക് GST വന്നത് 2017 മേ ബി നമ്മളെപ്പോലെ വലിയ രാജ്യത്തിലേക്ക് വളരെ പതുക്കെയാണ് GST വന്നതെന്ന് പറയുമ്പോൾ തന്നെ പക്ഷേ ലേറ്റായി പോയെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ അതിന് മുമ്പ് GSTക്ക് മുമ്പ് GST ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വാല്യൂ ആഡഡ് ടാക്സ് VAT ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2003 VAT വന്നു. അത് 17 ജൂൺ വരെ വാറ്റായിരുന്നു. വാറ്റ് വരുമ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വാല്യൂ ആഡഡ് ടാക്സ്. അതിൻ്റെ GST ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രാഥമികമായിട്ട് ജനങ്ങളെ പഠിപ്പിക്കാനും അധികാരികൾക്ക് പഠിക്കാനും നമ്മുടെ ബിസിനസ്സിന് മൊത്തത്തിലൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയാണ് VAT ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ വാറ്റിലൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. വാറ്റ് ഒരു വാല്യൂ ടാക്സ് അതിനകത്ത് ഗുഡ്സിൽ മാത്രമേ VAT ഇൻട്രൊഡ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി സർവീസ് ടാക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം സർവീസ് ടാക്സ് പോലും ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത്ര വലിയ പഴകിയിട്ടില്ല. കാരണം സർവീസ് ടാക്സിൻ്റെ പ്രധാനപ്പെട്ട കാര്യം സർവീസസിന്മേൽ ടാക്സ് ചുമത്തപ്പെടുക എന്നുള്ളത്. നമ്മൾ കൊടുക്കുന്ന സർവീസസിനും ടാക്സ് വരും. നമ്മൾ വിൽക്കുന്ന ഗുഡ്സിന് ടാക്സ് ഉള്ള പോലെ തന്നെ സർവീസസും വിൽക്കുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സർവീസ് ഒരാൾക്ക് കൊടുക്കുകയാണ്, അതിന് ടാക്സ് വന്നു സർവീസ് ടാക്സ് ആക്ട്. അപ്പോൾ ഗുഡ്സും സർവീസസും രണ്ടായിട്ട് നിൽക്കുന്നു. ഗുഡ്സിന് വാല്യൂ ടാക്സ് വന്നു, വാറ്റ് വന്നു, സർവീസിന് സർവീസ് ടാക്സ് ആക്ട് വന്നു. ഇത് രണ്ടും ക്ലബ്ബ് ചെയ്തുകൊണ്ടുള്ളൊരു മെക്കാനിസം തന്നെയായിരുന്നു GST എന്ന് വേണമെങ്കിൽ ചെറിയ തലത്തിൽ നമുക്ക് പറയാം. സർവീസ് കൊടുത്താലും ഗുഡ്സ് കൊടുത്താലും ടാക്സ് ഇട്ടിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ഈ GSTയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഒന്ന്, അത് കുറച്ചുകൂടി കോംപ്രഹെൻസീവ് ആക്കി, കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ ടാക്സിന്മേൽ കാസ്കേഡിങ് എഫക്റ്റ് ഓഫ് ടാക്സ് ഉണ്ട്. ടാക്സിന്മേൽ തന്നെ ടാക്സ് ചുമത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് മാറുന്നതനുസരിച്ച്. കൂടാതെ കാസ്കേഡ് നമ്മൾ ടാക്സിൽ തന്നെ ടാക്സ് വരുന്ന സാധനം സ്റ്റേറ്റ് മാറുന്നതനുസരിച്ച് മാത്രമല്ല എങ്കിലും അതും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വാറ്റിൽ വരുമ്പോഴത്തേക്കും സ്റ്റേറ്റ് ലെവലാണ്. നേരത്തെ റെജിൻ ചോദിച്ചില്ല, റെജിൻ പറഞ്ഞ പോലെ കറക്റ്റാണ്. സ്റ്റേറ്റ് ലെവലായിരുന്നു ടാക്സ് ഉണ്ടായിരുന്നു. ഓരോ സ്റ്റേറ്റിനും ടാക്സ് ഉണ്ടായിരുന്നു. ഓരോ സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റുകളിലുള്ള സെയിൽസിന് സെൻട്രൽ ടാക്സ് ഉണ്ടായിരുന്നു, സെൻട്രൽ സെയിൽസ് ടാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടാക്സേഷൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റും ബെനിഫിറ്റ് കോമൺ ആക്കാൻ വേണ്ടിയിട്ടും ഒരു സെൻട്രലും സ്റ്റേറ്റിൻ്റെയൊക്കെ ടാക്സേഷൻ സ്ട്രക്ചർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ആണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന് മുമ്പ് അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കുറേ ടാക്സേഷൻ പുറത്തേക്ക് പോയി. സർവീസ് ടാക്സ് പോയി, വാറ്റ് പോയി, പിന്നെ എക്സൈസ് ഡ്യൂട്ടീസ് പോയി, അങ്ങനെ പല ടാക്സസും പോയി, ലക്ഷറി ടാക്സ് പോയി. അങ്ങനെ പല ടാക്സിനെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാത്തിനും ഒറ്റ വൺ റൂഫിൽ കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് GST കൂടി കുറേ ടാക്സുകളില്ലാതെ മാറി. അപ്പോൾ കാസ്കേഡിങ് എഫക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ എക്സൈസ് ഡ്യൂട്ടി ഇംപ്ലിമെൻറ്റ് ചെയ്താലും ടാക്സ് ഉണ്ടാവും, വാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എക്സൈസ് ഡ്യൂട്ടി മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിന് എക്സൈസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ അതിന്മേൽ വീണ്ടും വാറ്റ് ഉണ്ടായിരുന്നപ്പോൾ ഇത് വന്നതോടെ എക്സൈസ് ഡ്യൂട്ടി അങ്ങ് പോയതോടെ GST മാത്രമായി മാറി. അപ്പോൾ കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയി. കാരണം പ്രൊഡക്റ്റിൻ്റെ ഓവർ വാല്യുവേഷൻ അല്ലെങ്കിൽ പ്രൈസിങ് അല്ലെങ്കിൽ കോസ്റ്റ് അല്ലെങ്കിൽ വിൽക്കുന്ന വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാനും കൂടിയാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ ഈ GSTയിൽ എങ്ങനെയൊക്കെയാണ് ടാക്സ് ചുമത്തപ്പെടുന്നത്, ആർക്കൊക്കെയാണ് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത്? ഗുഡ്സ് വിൽക്കുമ്പോഴാണ് വാല്യൂ ടാക്സ് ഉണ്ടാകുന്നത്, സെയിൽ ടാക്സ് ഉണ്ടാകുന്നത്. നമ്മൾ ജനറൽ സെയിൽസ് ടാക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഗുഡ്സ് വിൽക്കുമ്പോഴാണ്. എങ്ങനെയാണ് ഗുഡ്സ് വിൽക്കുമ്പോൾ ടാക്സേഷൻ വരുന്നതെന്ന് പരിശോധിക്കാം. ഞാൻ റെജിനൊരു 1,00,000 രൂപയുടെ സാധനം വിൽക്കുന്നു, ഒരു ഗുഡ്സ് തരുന്നു. ഞാൻ അതിന് 10% ടാക്സ് ചുമത്തുന്നു. 1,00,000 10,000 റുപ്പീസ് ഞാൻ ടാക്സ് ചുമത്തുകയും ചെയ്യും. റെജിൻ അത് വേറെ ആൾക്ക് വിൽക്കുമ്പോൾ റെജിൻ്റെ പ്രോഫിറ്റ് ഒരു 5,000 രൂപ കൂട്ടിയിട്ട് 1,05,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 1,05,000 രൂപയുടെ ടാക്സാണ് റെജിനോട് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കളക്ട് ചെയ്ത 10,000 റുപ്പീസും അത് റെജിനെ സംബന്ധം റെജിൻ എനിക്ക് തന്ന ടാക്സാണ്, റെജി വാങ്ങിയപ്പോൾ കൊടുത്ത ടാക്സാണ്. റെജിൻ വിൽക്കുമ്പോൾ 1,05,000 വിൽക്കുമ്പോൾ 1,05,000 10% ഏതാണ്ട് 10,500 രൂപ അത് റെജിൻ്റെ കൊടുക്കുന്ന ടാക്സാണ്. ആക്ച്വലി ഞാൻ കളക്ട് ചെയ്ത ടാക്സ് റെജിൻ ഇൻപുട്ട് ടാക്സ് ആയിട്ട് മാറി, റെജിൻ കൊടുത്ത ടാക്സ് ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് മാറി. ആ 10,500 നിന്ന് 10,000 കുറച്ച് 500 രൂപയാണ് റെജിൻ ശരിക്കും പറഞ്ഞാൽ വാല്യൂ ആഡഡ് ടാക്സ് മെക്കാനിസത്തിൽ കൊടുക്കുന്ന ടാക്സ്. ഇത് സ്റ്റേറ്റിനകത്ത് ലിമിറ്റഡ് ആയിരുന്നു. ഇത് ഓൾ ഇന്ത്യ ലെവലിൽ ഒരേ പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് GST വന്നത്. അപ്പോൾ GST ഇംപ്ലിക്കേഷൻസ് ഇങ്ങനെ ടാക്സ് നമുക്ക് കേരളത്തിനകത്തുനിന്നോ പുറത്തുനിന്നോ വാങ്ങിച്ചാൽ പോലും ഈ ടാക്സേഷനെ ഒരേപോലെ ക്രോഡീകരിച്ച് ഒരു സിസ്റ്റത്തിലാക്കുക എന്നുള്ളതാണ് ഈ GSTയുടെ ഇംപ്ലിക്കേഷൻ ഉണ്ടായത്. നേരത്തെ ഇതിനകത്ത് ഗുഡ്സിനും ഉണ്ട് ടാക്സ്, സർവീസിനുണ്ട്.
നേരത്തെ ഒരു സർവീസ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സേവനം കൊടുക്കുകയാണെങ്കിൽ സർവീസ് ടാക്സിൻ്റെ മാനദണ്ഡമാണ് വന്നിരുന്നത്. ഗുഡ്സ് ജനറൽ സെൽ വാറ്റിൻ്റെ മാനദണ്ഡമല്ല, വാറ്റ് രജിസ്ട്രേഷൻ ഇല്ല, സർവീസ് ടാക്സ് രജിസ്ട്രേഷനാണ്. ഇത് വന്നപ്പോൾ രണ്ടും ഒന്നായപ്പോൾ അദ്ദേഹം സർവീസസ് കൊടുത്താലും അതിനും സെയിം മാനദണ്ഡത്തിന് വരും. അതിൻ്റെ റേറ്റ് വേറെ ആയിരിക്കും മാത്രമേ ഉള്ളൂ, 18% സർവീസത്തിന്. ഇവിടെ സർവീസും കൊടുത്താലും ഗുഡ്സ് കൊടുത്താലും ഈ ടാക്സേഷൻ വന്നു. അപ്പോൾ അവിടെ ശരിക്കും കുറച്ച് പേർക്ക് എക്സംഷൻ ഉണ്ട്. അത് ഗുഡ്സ് അപ് ടു 40 lakhs വരെ ഉണ്ടെങ്കിൽ ഗുഡ്സ് വിൽക്കുകയാണെങ്കിൽ എക്സംഷൻസ് മറ്റേ GST രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. സർവീസ് ആണെങ്കിൽ 20 lakhs വരെ GST രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു എക്സംഷൻ ഉണ്ട്. അതിന് മുകളിലുള്ളവർക്ക് മറ്റേ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആയിട്ട് മാറും. അതുപോലെ തന്നെ കേട്ടിട്ടുണ്ട് SGST, CGST, IGST. SGST, CGST, IGST ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ജനറൽ സെയിൽസ് ടാക്സ്. SGST, CGST സ്റ്റേറ്റും സെൻട്രൽ ടാക്സസ് ആണ്. ആക്ച്വലി IGST നിലയ്ക്ക് ഒരു സ്റ്റേറ്റിലെ ഒരു ഡീലർ വേറെ സ്റ്റേറ്റിലെ ഡീലർക്ക് വിൽക്കുകയാണെങ്കിൽ അതിന് ആപ്ലിക്കബിൾ ആകുന്നത് IGST ആണ്. ഒരു സ്റ്റേറ്റ് ഡീലർ, അപ്പോൾ ഈ തമിഴ്നാട്ടിലൊരു ഡീലർ കേരളത്തിലെ ഡീലർക്ക് വിറ്റാൽ അത് IGST ആണ് ആപ്ലിക്കബിൾ ആകുന്നത്. സ്റ്റേറ്റിലെ തന്നെ കേരളത്തിലെ ഡീലർ വേറെ ഡീലർക്ക് വിറ്റാൽ, ഞാൻ റെജിൻ്റെ സാധനം വിറ്റാൽ ഞാൻ റെജിന് കളക്ട് ചെയ്യേണ്ടത് ടാക്സ്, സപ്പോസ് നമ്മുടെ ടാക്സ് ഞാൻ വിൽക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ടാക്സ് 18% ആണെങ്കിൽ ഞാൻ അതിന് പകുതി 9% SGSTയും 9% CGSTയുമാണ് ഞാൻ കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ റെജിന് 1 ലക്ഷം സാധനം വിറ്റാൽ 9%, 18,000 rupees ടാക്സ് ഉണ്ടെങ്കിൽ 9,000 വിൽ ഗോ ടു SGST, 9,000 വിൽ ഗോ ടു CGST. രണ്ടിലും പോകും. പിന്നെ അതെന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ സെറ്റിങ്ങോ പ്രൊവിഷനും സ്റ്റേറ്റിൻ്റെ വിഹിതം സെൻട്രലിൻ്റെ വിഹിതമൊക്കെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വിതിൻ ദ സ്റ്റേറ്റ് ആണെങ്കിൽ CGST, SGSTയും, ഔട്ട്സൈഡ് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ആണെങ്കിൽ IGSTയുമാണ് വരുന്നത്. ഇതിന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ SGSTയും CGST IGSTയുമാണ് നമ്മൾ ആക്ച്വലി കൊടുക്കേണ്ടി വരുന്നത്. ഒരു ബിസിനസ് നടക്കുമ്പോൾ CGST, വിതിൻ ദ സ്റ്റേറ്റ് ആണെങ്കിൽ CGSTയും SGSTയും, ഔട്ട്സൈഡ് സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ആണെങ്കിൽ IGSTയുമാണ്. അപ്പം ഇത് ടെക്നിക്കലി ഈ ടാക്സേഷൻ നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുന്ന കാര്യം, നമ്മൾ സിമ്പിളി ഇപ്പോൾ ഞാൻ റെജിന് SGST ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ ഞാൻ കളക്ട് ചെയ്യുന്ന ടാക്സ് ഞാൻ സർക്കാരിലേക്ക് അടയ്ക്കുന്നതിന് മുമ്പ് ഞാനിത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, വാങ്ങിയ പ്രൊഡക്റ്റ് ആയിരിക്കണം, പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇനി ഞാൻ അതിനൊരു ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്ത ടാക്സ് കഴിച്ചിട്ട് ബാക്കി നമ്മൾ സർക്കാരിലേക്ക് അടച്ചാൽ മതി. ഇപ്പോൾ റെജിൻ എൻ്റെ നിന്ന് വാങ്ങി, സപ്പോസ് 12,000 രൂപ എനിക്ക് ടാക്സ് തന്നു, റെജിന് വിൽക്കുന്നു ഒരു 10,000 രൂപ, ആ പ്രോഫിറ്റ് ആയിട്ട് 1,10,000 വിൽക്കുന്നു, അതിന് ടാക്സ് 12,200 രൂപയെന്ന് വെച്ചോ, 18,200 സംതിങ്, അല്ലെങ്കിൽ 20,000 രൂപ എന്ന് വെച്ചു. അപ്പോൾ റെജിൻ തന്ന 12,000 കുറച്ചിട്ട് ബാക്കി 2,000 റെജിൻ അടച്ചാൽ മതി. അതായത് ഇൻപുട്ട് ടാക്സാണ്. അവിടെ ഇൻപുട്ട് ടാക്സിൻ്റെ ബെനിഫിറ്റ് വരും. GST വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. സർവീസസിലും ഇത് തന്നെയാണ് റെജിന് സംഭവിക്കുന്നത്. സർവീസ് ആണെങ്കിലും ഇപ്പോൾ ഒരു ചാർട്ടർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് സർവീസ് ചെയ്താലും അവിടെയും ഈ ടാക്സേഷൻ സ്ട്രക്ചർ തന്നെ ആപ്ലിക്കബിളാവും. പിന്നെ ചില വർക്കുകളിൽ ഈ SGST, CGST മറ്റേ സർവീസ് ടാക്സ്, പണ്ട് സർവീസും ഗുഡ്സും രണ്ടും ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ചില സെഗ്മെൻറ്റ് ഇത് രണ്ടും ഒന്നിച്ച് വരുന്നുണ്ട്. കോൺട്രാക്ടേഴ്സ് സർവീസും ചെയ്യും, അവർ സെയിൽ നിർത്തും, അവർ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അവർ ഒരു ബ്രിഡ്ജ് പണിയാണെങ്കിൽ ആ ബ്രിഡ്ജിൻ്റെ പണിയിൽ ശരിക്കും പറഞ്ഞാൽ വർക്ക്സ് കോൺട്രാക്ട് ടാക്സ് വരുന്നുണ്ട്, വർക്ക്സ് കോൺട്രാക്ട് വരുന്നുണ്ട്. ഈ വർക്ക്സ് കോൺട്രാക്റ്റിൽ അതിനകത്ത് അവർ ലേബറിൻ്റെ സർവീസും ഉണ്ട്, മാനുഫാക്ചറിങ് ഉണ്ട്. ഇത് രണ്ടും ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ഈ പറയുന്ന ടാക്സേഷൻ സ്ട്രക്ചർ മാറി. നേരത്തെ സർവീസസും ഉണ്ട്, സർവീസ് ടാക്സും ഉണ്ടായിരുന്നു, സെയിൽ ടാക്സും ഉണ്ടായിരുന്നു. അത് രണ്ടും ക്ലബ് ചെയ്ത് ഒറ്റ ടാക്സായിട്ട് മാറി. അതാണ് അവിടെ ഒരു ബെനിഫിറ്റ് ഉണ്ടായത്. വർക്ക്സ് കോൺട്രാക്റ്റിലൊക്കെ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടായി നേരത്തെ. ശരിക്കും എന്താണ് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും വലിയൊരു സാധനമാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. നമ്മൾ ഗുഡ്സ് ടാക്സ് അടയ്ക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 12% ടാക്സ് അടയ്ക്കുന്നതിനെ കുറിച്ച് റെജിൻ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മറന്നുപോയി. അതിനകത്ത് ഒരു സിംഹഭാവവും ഇൻപുട്ട് നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ GST എന്തിനാണ് വന്നതെന്ന് ചോദിച്ചൊരു ചോദ്യത്തിന് ആക്ച്വലി വാല്യൂ ആഡഡ് ആയിട്ടുള്ള നമ്മൾ എത്ര എമൗണ്ടാണ് കൂട്ടി വയ്ക്കുന്നത് അതിനോട് മാത്രമേ ടാക്സ് വരുന്നുള്ളൂ എന്നുള്ള ഒരു കഥ മനസ്സിലാക്കിയാൽ നമുക്ക് ആ ഇൻപുട്ടിൻ്റെ ബെനിഫിറ്റ് ശരിക്കും നമുക്ക് കിട്ടുമെന്ന് മനസ്സിലാവും. റെജിന് ഞാൻ റെജിന് തരുന്ന പ്രൊഡക്റ്റ് 1 ലക്ഷം രൂപയ്ക്കാണ്. റെജിനത് 1,10,000 രൂപയ്ക്കാണെങ്കിൽ 10,000 ടാക്സ് നെറ്റ് എഫക്റ്റ് റെജിൻ കൊടുക്കുന്ന ആവശ്യമുള്ളൂ. മറ്റേ റെജിൻ ഓൾറെഡി എനിക്ക് തന്ന ടാക്സ് സെറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനകത്ത് വാല്യൂ ആഡർ ആയിരിക്കും, ടാക്സ് ആഡർ ആയിരിക്കും. പക്ഷേ റെജിൻ എക്സസ് കൊടുക്കുന്ന പൈസ ആ 10,000 റുപ്പീസിൻ്റെ 18% ആണ്, 1,800 രൂപയാണ്. അപ്പോൾ ഇൻപുട്ട് ടാക്സിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും നമ്മൾ രജിസ്റ്റേർഡ് ഡീലറിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇൻപുട്ട് കിട്ടും. രജിസ്റ്റേർഡ് ഡീലറിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അൺരജിസ്റ്റേർഡ് ഡീലറിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ കിട്ടില്ല. രജിസ്റ്റേർഡ് വാങ്ങാൻ നമുക്ക് ഇൻപുട്ട് കിട്ടും. ആ ഇൻപുട്ട് നമ്മുടെ ഔട്ട്പുട്ടുമായിട്ട് നമ്മൾ അടയ്ക്കേണ്ട ടാക്സുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ ഇവിടെ ശരിക്കും ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ട്. ഇൻപുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ടാക്സ്, ഔട്ട്പുട്ട് എന്താ നമ്മൾ വിൽക്കുമ്പോൾ കളക്ട് ചെയ്യുന്ന ടാക്സ്. ഇത് നമ്മളുടെ ഡിഫറൻസ് ആണ് നമ്മൾ അടയ്ക്കുന്ന ടാക്സ്. ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട്, ഇതാണ് ഡിഫറൻസ് ആണ് നമ്മൾ അടയ്ക്കുന്ന ടാക്സ്. അപ്പോൾ ഇൻപുട്ട് ടാക്സിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പ്രൊഡക്റ്റ് വാങ്ങിക്കാനും രജിസ്റ്റേർഡ് ഡീലറിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ
അവരുടെ ബില്ലിൽ ഉണ്ടാകുന്ന ടാക്സ് ഒരു ഇൻപുട്ട് ടാക്സാണ്. ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് നമ്മുടെ ഔട്ട്പുട്ടായിട്ട് സെറ്റ് ഓഫ് ചെയ്ത് ബാലൻസ് എമൗണ്ട് മാത്രം നമ്മൾ അടച്ചാൽ മതി. അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ബെനിഫിറ്റ്. അതെങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമത്? അതെടുക്കുന്നത് ഇപ്പം നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ SGST, CGST, IGST പറഞ്ഞല്ലോ. നമ്മളിപ്പോൾ ഒരു മറ്റേ ഔട്ട്പുട്ട് ടാക്സ് അടയ്ക്കുമ്പോൾ CGSTയും SGSTയും കളക്ട് ചെയ്യുന്നു, ഇൻപുട്ട് ടാക്സ് അടയ്ക്കുമ്പോൾ SGSTയും CGSTയും കളക്ട് ചെയ്യുന്നു. ഇത് തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഒത്തിരി സെറ്റ് ഓഫ് പ്രൊവിഷൻസ് ഉണ്ട്. നമുക്ക് വേറെ കാര്യത്തിൽ ചർച്ച ചെയ്യാം, കാരണം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റാണ് IGSTയും AGSTയും ഒക്കെ എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യുന്നുള്ളത്. അത് ഒരു ചർച്ചയിൽ തീർച്ചയായും എക്സ്ക്ലൂസീവ് ആണെന്ന് ചർച്ച ചെയ്യാം. പക്ഷേ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫുൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഒരു 99% വരെ. അപ്പോൾ ഇതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ വശങ്ങൾ എന്തൊക്കെയാണ്? ഇൻപുട്ട് ടാക്സിൻ്റെ വശങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ഞാൻ SGSTയും CGSTയും കൊടുക്കും. ഞാനത് വിൽക്കുമ്പോഴും ഞാൻ SGSTയും CGSTയും കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ കൊടുക്കുന്ന SGSTയും CGSTയും നമ്മൾ വിൽക്കുമ്പോൾ കളക്ട് ചെയ്യുന്ന SGSTയും CGSTയും സെറ്റ് ഓഫ് ചെയ്യുന്നു. അപ്പം ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഈ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ഞാൻ കളക്ട് ചെയ്യുന്ന ടാക്സ് ഞാൻ രജിസ്റ്റർ ചെയ്ത് വാങ്ങുകയാണെങ്കിൽ അയാൾ ഈ റിട്ടേൺ ഫയൽ ചെയ്യും, GST റിട്ടേൺ ഫയൽ ചെയ്യും. മാൻഡേറ്ററി ആയിട്ടാണ് എല്ലാ മാസവും അല്ലെങ്കിൽ ക്വാർട്ടറിൽ എല്ലാവരും റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ അയാൾ ഈ റിട്ടേൺ ഫയൽ ചെയ്യും. എനിക്കുള്ള സപ്ലൈ, ഞാൻ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്മേലുള്ള അയാളുടെ സപ്ലൈ, അതായത് സെയിലും എനിക്ക് പർച്ചേസ് വേണം. അത് സെയിൽ നടത്തുന്ന ആൾ അദ്ദേഹം ഇൻകം ടാക്സ് GST റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അയാൾ ആ GST റിട്ടേണിൽ ഫോം 1 എൻ്റെ പർച്ചേസസ് അല്ലെങ്കിൽ അയാളുടെ സെയില്, എനിക്കുള്ള സെയില് അയാൾ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ ക്രെഡിറ്റിൽ, എൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ GST റിട്ടേണിൻ്റെ സൈറ്റിൽ ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. ആ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ സെയില് കാണിച്ച് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എൻ്റെ സിസ്റ്റത്തിൽ ക്രെഡിറ്റിലുണ്ടാവും. ഞാനത് ഇൻകം ടാക്സിൻ്റെ GSTയുടെ സൈറ്റിൽ ഒരു 3B ഫോമുണ്ട്. 3Bയിൽ ഞാൻ ആ ക്രെഡിറ്റ് കംപ്ലീറ്റ് എടുക്കും. ആ ക്രെഡിറ്റ് കംപ്ലീറ്റ് നോട്ട് ചെയ്യും. ഞാൻ ഇത്രയും ക്രെഡിറ്റ് എടുത്തിട്ടെന്ന് നോട്ട് ചെയ്യും. ബിക്കോസ് ഞാൻ എൻ്റെ സെയിൽ നടത്തുന്ന പ്രൊഡക്റ്റ് മേൽപ്പെട്ട പർച്ചേസാണ്, സെയിലിന് മേലുള്ള പ്രൊഡക്റ്റിൻ്റെ പർച്ചേസാണ്. അതുകൊണ്ട് 3Bയിൽ ഞാനത് ക്ലെയിം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലെജറിൽ ആ എമൗണ്ട് റിഫ്ലക്റ്റഡ് ആവും. ജസ്റ്റ് ലൈക്ക് എൻ്റെ ഒരു ഡെപ്പോസിറ്റ് പോലെ, ബാങ്ക് ഡെപ്പോസിറ്റ് പോലെ. അതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ബാക്കി അടയ്ക്കേണ്ടത് എൻ്റെ ഔട്ട്പുട്ട് ടാക്സിൻ്റെ മൈനസാണ്. അപ്പം ഞാൻ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റെല്ലാം എനിക്ക് പർച്ചേസ് ചെയ്ത് തരുന്നവർ അല്ലെങ്കിൽ എനിക്ക് വിറ്റ് തരുന്നവർ അവരുടെ ഫോം 1 ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനത് ഫോളോ അപ്പ് ചെയ്ത് ഫയൽ ചെയ്യുകയും, ഫയൽ ചെയ്യിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഫോം 2Aയും 2Bയും വെരിഫൈ ചെയ്ത ശേഷം അതെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 3Bയിൽ അത് ക്ലെയിം ചെയ്ത് ഞാൻ ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുകയും ആ എടുക്കുന്ന എമൗണ്ട് എനിക്ക് എൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി, ഞാൻ അടയ്ക്കുന്ന ലയബിലിറ്റിയിൽ നിന്ന് കുറച്ച് എനിക്ക് എല്ലാ മാസം റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുന്നു ചെയ്യും. അങ്ങനെ ചെയ്യുന്നതോടെ എൻ്റെ ലയബിലിറ്റീസ് തിരികെയും എൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എനിക്ക് ഫുൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ചെറിയ മെക്കാനിസം. ഒത്തിരി വലിയൊരു മെക്കാനിസമാണത്, പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. പക്ഷേ സാധാരണ നമ്മൾ ഡീലർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഇത്രയും മതി, ഇത്രയും സംഭവിച്ചാൽ മതി. ഒരു അക്കൗണ്ടന്റ് പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ വാറ്റും GSTയും തമ്മിലുള്ള മെയിൻ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് രണ്ടിലും ഒരു കോമൺ ബെനിഫിറ്റ് ഉണ്ട്. വാറ്റ് എന്നാൽ വാല്യൂ ആഡഡാണ്, GSTയും വാല്യൂ ആഡഡാണ്. വാറ്റിൽ മറ്റേ ഗുഡ്സ് മാത്രമേ ഉള്ളൂ, സർവീസ് വേറെയായിരുന്നു. GST ഈസ് എ കമ്പൈലേഷൻ ഓഫ് ഗുഡ്സും സർവീസസും ആയിരുന്നു. അത് വാറ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് GSTക്ക് മുമ്പുള്ള ഒരു എക്സ്പെരിമെൻ്റലായിരുന്നു. അത് സക്സസ്ഫുൾ ആയിരുന്നു GST. പിന്നെ GST വേറെയാണ്. GST വന്നതോടെ കുറേ ബോട്ടിൽ നെക്സൊക്കെ ഒഴിവായി. കാരണം ചെക്ക് പോസ്റ്റുകളുടെ യൂട്ടിലൈസേഷൻ കുറവായി. സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് സെയിൽസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല, ബില്ലുകളുണ്ടായാൽ മതി. പിന്നെ GST ഇൻട്രൊഡ്യൂസ് കൂടി ഒരു ഡീലർ അയാൾക്ക് മറ്റേ പല ഓൺലൈനിൽ കുറേ ഫോംസൊക്കെ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുപോകണമെങ്കിൽ 50,000 രൂപ കൂടുതൽ വിലയുള്ള പ്രൊഡക്റ്റ് അയാൾക്ക് മൂവ് ചെയ്യണമെങ്കിൽ അയാൾക്ക് ഈ ബില്ല് വേണം. ഈ ബില്ല് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പണ്ടത്തെ ഒരു ഡെലിവറി ചെലാനെ പോലെയാണ്. പണ്ട് ഡെലിവറി ചെലാൻ പ്രിൻ്റഡ് ആണെങ്കിൽ ഇപ്പോൾ ഡെലിവറി ചെലാൻ മറ്റേ ഓൺലൈൻ എടുത്ത് നമ്മുടെ സിസ്റ്റത്തിൽ പറയുകയാണ്, എൻ്റെ ഒരു പ്രൊഡക്റ്റ് ഇന്ന് കാസർഗോഡേക്ക് പോകുന്നുണ്ട്, അതിൻ്റെ വില 1 ലക്ഷം രൂപയാണ്. ഈ ബില്ലിന് ഞാൻ ബിൽ നമ്പറും ഇൻവോയ്സ് നമ്പറും കൊടുക്കുന്നുണ്ട്. അത് ഫോർ സെയിലോ മറ്റോ ആണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ആ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ബില്ലിനകത്ത് യൂട്ടിലൈസേഷൻ ഉണ്ട്. പിന്നെ ഈ ഇൻവോയ്സ് വന്നു. ഈ ഇൻവോയ്സ് ഇങ്ങനെ പല സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ ഇൻവോയ്സ് ഇപ്പോൾ മാൻഡേറ്ററി ആക്കി. 5 കോടിക്ക് മുകളിൽ ടേൺ ഓവറിലൊക്കെ ഈ ഇൻവോയ്സ് മാൻഡേറ്ററി ആക്കി. അപ്പോൾ ഞാൻ ഇൻവോയ്സും ഈ ഇൻവോയ്സാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതിൽ ആ ഇൻവോയ്സ് ഓൺലൈൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ പർട്ടിക്കുലർ ടേൺ ഓവറിൽ കൂടുതലുള്ള ഒരു ഇൻവോയ്സ് ആണെങ്കിൽ അതും B2B, അതായത് കസ്റ്റമർ രജിസ്ട്രേഷൻ ഉള്ള വർഷമൊക്കെ തന്നെ വിൽക്കുകയാണെങ്കിൽ ഈ ഇൻവോയ്സ് മാൻഡേറ്ററി ആക്കി ടേൺ ഓവർ ലിമിറ്റ് ഉണ്ട്. 5 കോടിക്ക് മുകളിലേക്ക് മാത്രമേ അത് ബാധകമുള്ളൂ.
5 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ളവർ ഈ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യണം. B2B, അതായത് അവരൊരു രജിസ്റ്റേർഡ് വിൽക്കുകയാണെങ്കിൽ ചെയ്യണം. B2C ആണെങ്കിൽ eBay ബില്ലിൽ പോകാൻ പറ്റും. ശരിക്കും ഒരു കസ്റ്റമർ ഭാഗത്ത് നിന്ന് GST അടയ്ക്കേണ്ടത് വരുന്നുണ്ട് ഒരു ബില്ല് വരുമ്പോൾ? അല്ല, കസ്റ്റമർ കാരണം ഇതിൻ്റെ ലാസ്റ്റ് പോയിന്റ് പേയ്മെൻറ്റ് അടയ്ക്കുന്ന എല്ലാം കസ്റ്റമേഴ്സാണ്. ഈ GSTയിലാണെങ്കിലും പണ്ട് വാറ്റാണെങ്കിലും പണ്ട് ജനറൽ സെയിൽ ടാക്സ് ആണെങ്കിലും എൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കുന്ന കസ്റ്റമറാണ്. അപ്പോൾ കസ്റ്റമറാണ് ശരിക്കും പറഞ്ഞാൽ ടാക്സ് കൊടുക്കുന്നത്. നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യുന്ന എല്ലാവരും കസ്റ്റമർക്ക് നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു ചാലക ശക്തി, ഒരു പ്രേരണ ശക്തിയായിട്ട് മാറുന്നു മാത്രമേ ഉള്ളൂ. അവർ കളക്ട് ചെയ്ത് അടയ്ക്കുന്നു, അവർ പ്രൊഡക്റ്റ് വിൽക്കുന്നു, ശ്രമിക്കുന്നു, കസ്റ്റമർ കളക്ട് ചെയ്ത് അവർ സർക്കാരിലേക്ക് അടയ്ക്കുന്നു. സർക്കാർ അതിന് സിസ്റ്റം വെച്ചു, നിങ്ങൾ ഏതൊക്കെ അടയ്ക്കാൻ വേണ്ടി സിസ്റ്റം വെച്ചിട്ടുണ്ട്, അതാണ് കസ്റ്റമർ അടയ്ക്കുന്നത്. എല്ലാ രാജ്യത്തിൻ്റെ റവന്യൂ എന്ന് പറഞ്ഞാൽ ടാക്സാണ്. അപ്പോൾ ആ റവന്യൂവിൽ കളക്ഷനാണ് ഇമ്പോർട്ടൻറ്റ്. അതിന് വേണ്ടിയിട്ട് വാറ്റാണെങ്കിലും GST ആണെങ്കിലും ഇനി ഇൻകം ടാക്സ് ആണെങ്കിലും കസ്റ്റമർ കയ്യിൽ നിന്നാണ് പോകുന്നത്. കസ്റ്റമർ ഇൻകം ടാക്സ് അസതിയാണെങ്കിൽ ഇത് എൻഡ് യൂസർ ഒരു മാനുഫാക്ചറോ ഒന്നും തന്നെ ടാക്സ് അടയ്ക്കേണ്ടാത്തൊരു സബ്ജക്റ്റാണിത്. ഇത് ആരാണോ കൺസ്യൂം ചെയ്യുന്നത് അവരാണ് ഉപയോഗിക്കുന്നത്. അത് ഗവൺമെന്റിന്റെ ഒരു വളർച്ചയ്ക്ക്, ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ടി ചെയ്യുന്നതാണത്. അല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നും 150 കോടി ജനങ്ങളുടെ അടുത്ത് വേറെ ഇൻഫ്രാസ്ട്രക്ചർ വേറെ വരുമാനമൊന്നും കൃത്യമായിട്ട് ഉണ്ടാകാൻ പറ്റില്ല. ഇത് തന്നെ കൊടുത്തേ പറ്റില്ല. എന്നുവെച്ചാൽ നമ്മുടെ വേർപ്പ് ഗവൺമെന്റ് ടാക്സാണ് കളക്ട് ചെയ്യുന്നത്. നമ്മൾ സെയിൽ നടത്തിയാലോ സർവീസ് വാങ്ങിച്ചാലോ നമ്മൾ സാധനം വിറ്റാലോ സർവീസ് കൊടുത്താലോ നമ്മൾ ടാക്സ് അടയ്ക്കുക. അത് സർക്കാരിൽ നിന്ന് ജനങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളത് ഒരു സംവിധാനമാണ്. ശരിക്കും ഒരു GSTയുടെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? GST ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞാലോ, കാസ്കേഡിങ് എഫക്റ്റ് ഓഫ് ടാക്സ്, ഓവർ ബർഡൻ ഓഫ് ടാക്സസ് കുറഞ്ഞു. ടാക്സ് മൊത്തം ഒഴിവാക്കി, ട്രാൻസ്പെറൻസി കൂടി, എക്സൈസ് ഡ്യൂട്ടി. ഇപ്പോൾ എക്സൈസ് ഡ്യൂട്ടി കേസ് പറഞ്ഞാൽ നേരത്തെ എക്സൈസ് ഡ്യൂട്ടി ഇംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നത് 2 കോടി ടേൺ ഓവറിനുള്ള മാനുഫാക്ചർ ചെയ്യുന്നില്ല യൂണിറ്റ് എക്സൈസ് ഡ്യൂട്ടി അടയ്ക്കണം. എക്സൈസ് ഡ്യൂട്ടി ഉണ്ട് 16-17% എക്സൈസ് ഡ്യൂട്ടി ഉണ്ടാവും. അതും അടച്ച് പിന്നെ അന്നത്തെ കണ്ടിട്ട് വാറ്റും അടയ്ക്കുമ്പോഴത്തേക്കും ഈ 16-16, 30, 16-12 അല്ലെങ്കിൽ 16-18, 35% ടാക്സ് ഒക്കെ വരുന്ന പ്രൊഡക്റ്റിൽ നിന്ന് ഇപ്പോൾ ടാക്സ് വെറും 18 അല്ലെങ്കിൽ 28 മാക്സിമം കുറഞ്ഞു. സ്വാഭാവികമായിട്ട് ജനങ്ങൾക്കൊരു ബർഡൻ കുറേയൊക്കെ കുറഞ്ഞു ഈ GST വന്നപ്പോഴത്തേക്ക്. നേരത്തെ അത് പറയാൻ പറ്റില്ല, അവർക്ക് പല ടാക്സ് ഉണ്ടാവും. ഇപ്പോൾ എക്സൈസ് ഡ്യൂട്ടി മാനുഫാക്ചർ, ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ, ഒരു ദിവസം ഒരു പേന മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്ക് എക്സൈസ് ഡ്യൂട്ടി ഉള്ളവരും ഉണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. കാരണം ടേൺ ഓവർ 2 കോടി താഴെയാണെങ്കിൽ പേന മാനുഫാക്ചറിന് എക്സൈസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ റേറ്റ് വ്യത്യാസം വരും, 15% വ്യത്യാസം വരും. അപ്പോൾ ഇതിലേക്ക് ഒഴിവാക്കാൻ വേണ്ടി പലരും പല അൺഎത്തിക്കൽ കാര്യങ്ങൾ ചെയ്തതൊക്കെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാതെ മാറി. കമ്പനി ഒന്നാക്കി സ്റ്റേറ്റ് ഓൾറെഡി എല്ലാ സ്റ്റേറ്റിനും ഒരേ ടാക്സേഷൻ സ്ട്രക്ചറായി. എല്ലാ രാജ്യത്ത് നിന്നാലും എന്താ പറയുക, ഈ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് സെയിമായി. അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് സർക്കാരിലും ജനങ്ങൾക്കും ഒക്കെ ഉണ്ടാവുമല്ലോ. സർക്കാരിൻ്റെ ടാക്സ് കളക്ഷനായിട്ടും ജനങ്ങൾക്ക് ഈ പറയുന്ന അൺഎത്തിക്കലായിട്ടുള്ള മറ്റേ ടാക്സേഷൻ അല്ലെങ്കിൽ എക്സസീവ് ടാക്സേഷൻ അല്ലെങ്കിൽ കാസ്കേഡിങ് ഓഫ് ടാക്സേഷൻ, ഇതൊക്കെ സർക്കാർ ജനങ്ങൾക്ക് ഒഴിവാക്കി കിട്ടി എന്നുള്ളതാണ് ഒരു ചേഞ്ചസ് ആണല്ലോ. പിന്നെ ലോകത്തെ എല്ലാ ചേഞ്ചസ്, ഇപ്പോൾ നമ്മളിപ്പോൾ പണ്ട് ക്യാഷ് പേയ്മെൻ്റ് ആണ് നമ്മളാണെങ്കിൽ ഇപ്പോൾ GPayയും മറ്റേ ഫോൺ പേ ഒക്കെ വന്നതോടെ ആ പേയ്മെൻറ്റുകളിലൊക്കെ നമുക്ക് പ്രശ്നം തീർന്നു. നമുക്കൊരു എവിടെയെങ്കിലും നമ്മൾ പെട്ടുപോയി തന്നെ പേയ്മെൻറ്റ് അയക്കാൻ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ബാങ്ക് പേയ്മെൻറ്റ് നമുക്കുള്ള ഈ സിമ്പിൾ ട്രാൻസ്ഫർ അല്ലേ, സിമ്പിളായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം, അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്കൊരു ജസ്റ്റ് ഒരു ഫുഡ് കഴിക്കാനോ നമുക്ക് പെട്രോൾ അടിക്കാനൊന്നും ഇപ്പോൾ പ്രോബ്ലം ഇല്ല. അപ്പോൾ നമുക്ക് എല്ലാ ബെനിഫിറ്റും കിട്ടുന്നത് ഈ പറയുന്ന സ്ട്രീം ലൈൻ ചെയ്യപ്പെടുന്നതുകൊണ്ടാണ്. GSTക്ക് സ്ട്രീം ലൈൻ ബെനിഫിറ്റ് ഉണ്ട്. GST വന്നവർക്ക് ഒരുപാട് എതിർപ്പുകൾ വരാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏത് പുതിയ ടാക്സ് എന്നാലും എതിർപ്പുകളുണ്ടാകും. കാരണം അത് ശരിയാകുമോ തെറ്റാകുമോ എന്നുള്ള പ്രശ്നം ഉണ്ടാകും. അന്ന് ആക്ട് വൈഡ് സബ്ജക്റ്റാണ്. ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 150 കോടി, അതായത് ഓൾമോസ്റ്റ് ഒരു 1/4 ഓഫ് ലോക പോപ്പുലേഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ചെറിയ രാജ്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെയല്ല. അപ്പം അതിനകത്ത് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. ഇപ്പം എന്താ പറയുക, മറ്റേ GST അതോറിറ്റീസ് ആണെങ്കിലും ഈ ആക്ട് പഠിക്കാതെ 2017 ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ GST എന്നത് GST പഠിപ്പിക്കുന്ന മറ്റേ പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടർ കൗൺസിലും കൺസൾട്ടന്മാർക്കും അറിയാം, അതുപോലെ ഗവൺമെൻറ്റിന് അറിയാം, അതുപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ GST ഡിപ്പാർട്ട്മെൻറ്റ് അറിയാം. പക്ഷേ ബാക്കിയുള്ള 99% വരുന്ന ജനങ്ങൾക്കും അത് അറിയില്ലായിരുന്നു. അപ്പോൾ അവർക്ക് അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ അവർക്ക് അറിയില്ലായിരുന്നു. അത് ചെയ്യാൻ കൺസൾട്ടന്മാരും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. ബുക്കിലുണ്ടായിരുന്നു, പക്ഷേ പഠിച്ചു വരുന്നിട്ടില്ലല്ലോ, വലിയൊരു പുസ്തകമല്ലേ. അപ്പോൾ അതിനകത്ത് ഒത്തിരി ഇഷ്യൂസ് വന്നു, ഒത്തിരി കേസസ് വന്നു. സുപ്രീം കോടതി വരെ ഇടപെട്ട കേസുകൾ വന്നു. ഇപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ കേസിലാണെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാവുന്നതിനെക്കുറിച്ച് ഒത്തിരി സെക്ഷൻ 16(2)ഉം 16(4) ഒക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ സെക്ഷൻ്റെ ഇൻ്റർപ്രിട്ടേഷനിൽ തന്നെ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ആ സുപ്രീം കോടതി വന്നപ്പോഴത്തേക്കും കുറച്ച് ക്ലാരിറ്റി കൊടുത്തു. കാരണം ഇൻപുട്ട് ടാക്സ് എടുക്കാൻ വേണ്ടിയിട്ട് അത് എന്തിനാണ് ഇൻപുട്ട് ടാക്സ് എടുക്കുന്നത്, അതിനകത്ത് വളരെ വ്യക്തമായിട്ട് വേണമെങ്കിൽ ഇൻപുട്ട് ടാക്സ് എടുക്കുന്നത് ഫർദറൻസ് ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പർച്ചേസ് ആണെങ്കിൽ ഇൻപുട്ട് ടാക്സ് എടുത്തിട്ട്. അപ്പോൾ ഒരാൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി, അത് അയാൾ ഫർദറൻസ് ഓഫ് ബിസിനസ് ഡെവലപ്മെൻറ്റിനും അതിന്മേൽ GST ജനറേറ്റ് ചെയ്ത് GST കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ അയാൾക്ക് ഇൻപുട്ട് എടുക്കാം.
സുപ്രീം കോടതി വന്നപ്പോൾ സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് തന്നെ ഡയറക്ഷൻ കൊടുത്തു, ഇതിനകത്ത് ഇങ്ങനെ ഇമ്പോർട്ട് ടാക്സ് എടുക്കുന്നത് തെറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പലരും ഈ 2017 GST ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും ഈ ഫോം 1ഉം 2ഉം 2A കൃത്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പല സമയത്ത് വന്നത് സർക്കാരിനൊക്കെ സാധിക്കും. പക്ഷേ ജനങ്ങൾ പഠിച്ചു വന്നപ്പോഴത്തേക്കും ഈ 3Bയിൽ ഇൻപുട്ട് ക്ലെയിം ചെയ്തപ്പോൾ പല മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻപുട്ട് എടുക്കാൻ പറ്റാത്തതൊന്നും റിട്ടേൺ കൃത്യമായിട്ട് ഫയൽ ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ സർക്കാർ പിന്നെ മനസ്സിലാക്കി അതൊക്കെ ലിറ്റിഗേഷനിൽ പോയപ്പോഴത്തേക്കും അത് ഒരു സർക്കുലർ കൊണ്ടുവന്നു. ആ സർക്കുലർ അനുസരിച്ച് 2021 വരെയുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് ചില മാൻഡേറ്ററി കണ്ടീഷൻസ് ഒക്കെ വന്നു. അവർക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തു. റിട്ടേൺ ഫയൽ ചെയ്യാൻ വിട്ടവർക്കോ അല്ലെങ്കിൽ കൃത്യസമയത്ത് അത് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റാത്തവർക്കോ ഇൻട്രസ്റ്റും പെനാൽറ്റിയൊക്കെ വേവ് കൊണ്ടൊക്കെ സർക്കുലർ വന്നു. അതൊക്കെ ഇതിൻ്റെ നെഗറ്റീവ്, കാരണം നമുക്ക് ചെയ്യാൻ അറിയില്ലാത്തതുകൊണ്ട്, ജനങ്ങൾക്ക് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ അറിയില്ലാത്തതുകൊണ്ടായ സംഭവങ്ങളാണ്. ഇതിനകത്തുള്ള ഈ GST എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്തത് അത് വളരെ സ്ട്രെയിറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് അത് നമ്മളൊരു ബയർ മാത്രമല്ല, അതിന് സപ്ലയറും എല്ലാവരും കണക്ട് ആയതുകൊണ്ട് ഒരു സപ്ലയർ മിസ്റ്റേക്ക് കാണിച്ചാൽ ബയർ മിസ്റ്റേക്ക് സപ്ലയർക്ക് ഇഷ്യൂസ് ഉണ്ടാകുന്നതുകൊണ്ട് അത് അതിൻ്റേതായ കുറേ ടാക്സ് ലയബിലിറ്റീസ് വന്നിരുന്നു. അതൊക്കെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോഴാണ് നമ്മളൊക്കെ GST വലിയ പ്രശ്നമാണെന്ന് മനസ്സിലായത്. പിന്നെ അതിൻ്റെ സെക്ഷൻസിൻ്റെ അനാവശ്യമായ ദുരുപയോഗങ്ങളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ കേസ് പറയാം. അതായത് ക്ലയൻറ്റ് അവിടെ ഒരു GST ഡിപ്പാർട്ട്മെൻറ്റ് റെയ്ഡ് നടത്തി. ബൈ മിസ്റ്റേക്ക് അയാൾ കുറച്ചുകൂടെ അയാളുടെ കളക്ഷൻ ബിസിനസ്സിൻ്റെ മോഡേൺ സ്റ്റൈൽ ക്യാഷ് കളക്ഷൻ വരുന്ന ബിസിനസ്സാണ്. അപ്പോൾ അയാൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കൊരു ക്യാഷ് കണ്ടു, സർട്ടൻ എമൗണ്ട് ഓഫ് ബിഗ് ക്യാഷ്. അപ്പോൾ അവരപ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങളിപ്പോൾ പൈസ അടയ്ക്കണം, വലിയ എമൗണ്ട് അടയ്ക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ED ഇൻഫോം ചെയ്യും, ED വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ പേടിപ്പിച്ച് പൈസ അടപ്പിച്ചു, വലിയ എമൗണ്ട് അടപ്പിച്ചു, ലാക്സ് അടപ്പിച്ചു. കുറച്ച് ക്യാഷ് വന്നു. ആക്ച്വലി ക്യാഷ് വന്നത് അത് വേറൊരു വശത്തിൽ വന്നതാണ്. പക്ഷേ ക്യാഷ് വന്നപ്പോൾ പേടിപ്പിച്ച് പൈസ അടപ്പിക്കാനും GST ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ സിസ്റ്റം അങ്ങനെയാണ്. ഞാൻ ആ GST ഡിപ്പാർട്ട്മെൻറ്റോട് പറയുന്നത്, നമ്മളെപ്പോഴും കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരിക്കണം. കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് കസ്റ്റമേഴ്സാണ് അല്ലെങ്കിൽ നമ്മുടെ ഡീലേഴ്സാണ്, രജിസ്റ്റർ ഡീലേഴ്സാണ് ബിസിനസ് ചെയ്യുന്നത്. അവരൊന്നും മടിച്ചാൽ, അവർ വേണ്ടെന്ന് വെച്ചാൽ ബിസിനസ് നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ രജിസ്റ്റർ ഡീലേഴ്സ് ബിസിനസ് ചെയ്യണമെങ്കിൽ ആദ്യം അവരെ സപ്പോർട്ട് കൊടുക്കണം. 7 വർഷമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉള്ള ആക്റ്റാണത്. അപ്പോൾ അതുപോലെ ഇൻസ്പെക്ഷൻ മറ്റ് സാധനങ്ങൾ ചെയ്യുമ്പോഴും ആക്ട് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി തന്നെയാണെന്ന് പറയിപ്പിക്കാനോ ആ ഒരു മെത്തേഡ് ഔട്ട് ചെയ്യാൻ ഇവിടുത്തെ GST ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോഴും പറ്റിയിട്ടില്ല. കാരണം അവരതിനായിട്ടല്ല ട്രെയിൻ കൊടുക്കുന്നത്. എങ്ങനെയാണോ അവരെ കൊണ്ട് ടാക്സ് കൂടെ അടപ്പിക്കാനുള്ളത്. ടാക്സ് അടയ്ക്കണം, അത്യാവശ്യമാണ്, വയലേഷൻ ഉണ്ടെങ്കിൽ അടച്ചാൽ പറ്റും, അത് സംശയമില്ല. പക്ഷേ ചില അനാവശ്യമായി പിടിപ്പിച്ചോ ഒന്നുമല്ല അവരെ ടാക്സ് അടപ്പിക്കേണ്ടത്. അവർക്ക് പറഞ്ഞു കൊടുക്കുക. ബോധവൽക്കരണം ഇപ്പോഴും ഇല്ല. കാരണം ഈ ഇൻസ്പെക്ഷൻ നടത്തുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അവരെ സെയിം ഓഫീസർക്കുള്ള അസസീസ്, ഓരോ GST രജിസ്ട്രേഷനും ഒരു അസസിങ് ഓഫീസറുണ്ട്. അവരാണെങ്കിലും എങ്ങനെ ടാക്സ് ചുമത്താം, എങ്ങനെ നിങ്ങൾ കളക്ട് അടയ്ക്കാം, നിങ്ങൾക്ക് എന്ത് പറ്റി എന്നൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്നില്ല. കാരണം ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. മറ്റുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ജനങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സിസ്റ്റം നമുക്ക് ടാക്സേഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടില്ല. അസതി എപ്പോഴും ഒരു കള്ളനായിട്ടാണ് അവർ ഫേസ് ചെയ്യുന്നത്. അതല്ല വേണ്ടത്. അസതി ഒരു കള്ളനല്ല, അയാളുടെ എഫർട്ട് എടുത്തിട്ട്. കാരണം ഒരു എഫർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കേരള സിനാറിയോ നോക്കിയാൽ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡിസ്കഷൻ വന്നപ്പോൾ ഒരു ബാങ്ക് മാനേജർ പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെ പ്രൊബേഷൻ ഓഫീസറുടെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 9 lakhs ആയിരുന്നു ടെസ്റ്റിന് അപ്പിയർ ചെയ്ത സ്റ്റുഡൻസ്. ഇന്ന് 4.5 lakhs സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. എല്ലാവരും ഈ ജോലിയോടുള്ള നെഗറ്റീവ്സ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇതേ സിസ്റ്റം ബിസിനസ്സിലുണ്ട്. അത് ബിസിനസ്സിലേക്ക് വരുന്നവർ തന്നെ പോകുന്നതിനൊക്കെ അത് കൊഴിഞ്ഞു പോകുന്നുണ്ട്, വരുന്നവരുടെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ കൊഴിഞ്ഞു പോകാൻ കാരണം എന്താ? ഇന്നത്തെ ടാക്സും മറ്റു സാധനം വെച്ച് പോകുമ്പോഴത്തേക്കും നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ടല്ലോ. റെജിൻ ഒരു ബിസിനസ് ചെയ്താൽ ഒരു മിനിമം ഇത്ര പ്രോഫിറ്റ് കളക്ട് ചെയ്താൽ മാത്രമേ റെജിൻ അത് സാമ്പത്തികമായിട്ട് വിജയിപ്പിക്കാൻ സാധിക്കുള്ളൂ. ആ സാമ്പത്തികമായി വിജയിപ്പിച്ച് ആ പ്രോഫിറ്റ് സസ്റ്റെയിൻ ചെയ്യണം, ആ പ്രോഫിറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. പക്ഷേ ഇവിടുത്തെ ബിസിനസ് സ്ട്രക്ചർ അനുസരിച്ച് റെജിന് ഒരു 20% ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയാൽ മാത്രമേ മറ്റുള്ള എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ബിസിനസ്സിന് നടത്തിക്കൂടെ മറ്റുള്ള പ്രോഫിറ്റ് കിട്ടുള്ളൂ. കേരള സിനിമയിൽ അതില്ല. ഇപ്പോൾ ഒരു 20% GP എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതമായിരിക്കും, അത്ഭുതകരമായൊരു ബിസിനസ്സായിരിക്കും. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് പല ബിസിനസ്സിലും ഗ്രോസ് പ്രോഫിറ്റ്. എന്താണ് ഈ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വാങ്ങിയിട്ട് വിൽക്കുന്നൊരു വിലയുണ്ട്. 100 രൂപക്ക് വാങ്ങിയ സാധനം 120 രൂപക്ക് വിൽക്കുക. ദാറ്റ് മീൻസ് 20% ആണ്. അപ്പം ഈ പ്രോഫിറ്റ് വരാത്തതിൻ്റെ ഒരു പ്രോബ്ലം ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവിടെ GSTയുടെ ഇംപ്ലിക്കേഷൻസും അതുമേലുള്ള പെനാൽറ്റിയും ടാക്സേഷനൊക്കെ ജനങ്ങളെ പേടിപ്പിക്കുന്നുണ്ട്. അയാൾക്കൊരിക്കലും അയാൾ ഉണ്ടാക്കിയ അസറ്റ് അല്ലാതെ ഇത് കയ്യിൽ നിന്ന് പോകുന്ന പോലെ അവസ്ഥ വരും. GSTയോ അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെയോ ഒരു കുഴപ്പം കൊണ്ട്, കുറവ് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് കൊണ്ട്, അല്ലെങ്കിൽ അതിനോട് പേടിക്കുന്നുണ്ട് ജനങ്ങൾ ഈ ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല, ബിസിനസ്സിലേക്ക് വരണം. കാരണം അഗ്രികൾച്ചറും ബിസിനസ്സും നമ്മുടെ രണ്ട് കോർപ്പസ് ആയിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് എലമെൻറ്റ്സാണ്. അതിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിന് അവബോധം വേണം.
അതുകൊണ്ടാണ് എതിർപ്പുണ്ടായെന്ന് വേണമെങ്കിൽ പറയാം. സർ, ജി എസ് ടി എന്നത് ഒരു വൈഡായിട്ടുള്ള സബ്ജക്റ്റാണ്. നമുക്കൊരു എപ്പിസോഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയൊരു സംഭവമല്ല അത്. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും ജി എസ് ടി വളരെ ഒരു വൈഡാണ്. അതിൻ്റെ എനിക്ക് വേണ്ടത് ഒരു സെക്ഷൻ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ തന്നെ ഒരു ദിവസം വേണ്ടി വരും. ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ചെറിയൊരു സാധനം ബ്രീഫ് ചെയ്തു, ഒരു എന്താ പറയുക, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ആവശ്യമായ മറുപടി ഞാൻ തന്നു വിചാരിക്കുന്നു. പക്ഷേ കുറേ സബ്ജക്ട്സ് അതിനകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും ജി എസ് ടിയുടെ ഓരോ സെക്ഷനും നമുക്ക് തലകീഴായിട്ട് പരിശോധിക്കാം. ഇൻപുട്ടിനെ കുറിച്ചും ഒക്കെ ഉള്ള സംശയങ്ങൾക്ക് തന്നെ ഒരു സെഷൻ വേണ്ടി വരും. തീർച്ചയായിട്ടും അടുത്ത സെഷനിൽ നമുക്ക് ഒരു നന്നായിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബിസിനസ് ഫോറത്തിൻ്റെ എപ്പിസോഡുകൾ പൂർണ്ണമാവുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി.